Good morning, സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് ഷില്ലോങ്ങിലാണ്, മേഘാലയയിലെ. ഇന്ന് എൻ്റെ 37ാമത്തെ ദിവസമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 37 ദിവസമായി. ഞാനിങ്ങനെ മേഘാലയയിലും മിസോറാമിലും നാഗാലാൻഡിലും എല്ലാം കൂടെ 7 സിസ്റ്റേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നേരെ പോകുന്നത് സിക്കിമിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ പ്ലാൻ ഗുവാഹട്ടിയിൽ പോയി നമ്മുടെ വണ്ടി സർവീസ് ചെയ്യലാണ് നമ്മുടെ പ്ലാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് സാഗ് ഹോട്ടലിലാണ്. ഓയോ റൂംസ് വഴിയാണ് ബുക്ക് ചെയ്തത്. ഇപ്പോൾ സമയം 7:45. 15 മിനിറ്റ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കുന്നതായിരിക്കും 37 ദിവസത്തെ സ്റ്റോറികളിലേക്ക്. വെൽക്കം. അപ്പോൾ റോഡിൽ കാണാം. അങ്ങനെ മുക്കി മൂളി നമ്മൾ ഗുവാഹട്ടിയിലെത്തിയിരിക്കുകയാണ്. സിവിയർ ഇച്ചിരി ഹീറ്റായി. നമ്മളിപ്പോൾ JB ഹോണ്ടയിലാണ്, ഗുവാഹട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഏരിയ കമാൻഡർ ഹോണ്ടേൻ്റെ ഇത് ഇവിടുത്തെ വേറെ സാറ്. അപ്പോൾ ഇവിടുത്തെ എല്ലാം നമ്മുടെ ഒരു വളരെ വാം വെൽക്കമാണ്. ഹോണ്ടേൻ്റെ സെറ്റപ്പ് ഇതാണ്, ഹോണ്ടേൻ്റെ സെറ്റപ്പ് അതാണ് ഹോണ്ട ലവ്. അപ്പോൾ എന്താണല്ലോ ഇവർ നമുക്ക് അടുത്ത സർവീസ് സെൻറ്റർ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇവർ നമ്മളെ അവിടെ വരെ കൊണ്ടുവിടാൻ വരെ ഏർപ്പാടാക്കിയിട്ട് എക്സ്പ്രസ് സർവീസ് സെൻറ്ററിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വളരെ ഹെൽപ്പ് ചെയ്തിരിക്കും. അപ്പോൾ താങ്ക് യു ഹോണ്ട, താങ്ക് യു JB ഹോണ്ട. ഓക്കെ, അങ്ങനെ അതിഗംഭീരവും സക്സസ്ഫുള്ളുമായി നമ്മൾ JB ഹോണ്ടയുടെ സർവീസ് സെൻറ്ററിൽ എസ്കോർട്ട് കൂടെ എത്തി സംഭവം കൊടുത്തു. വളരെ സെറ്റപ്പായി, സൂപ്പർ ആയി. നമ്മളിപ്പോൾ നമ്മൾ ഇന്നാൾ നിന്ന് ഹോട്ടലിൽ തന്നെ വിട്ടു പോവാണ്, കാസാമിയ എന്ന് പറഞ്ഞ്. അപ്പോൾ കുറേ നാളായി വണ്ടിയിൽ കാറിലൊന്ന് കുണ്ടി വെച്ചിട്ട്. അപ്പോൾ കുണ്ടി വെച്ച് നമ്മൾ നേരെ പോവാണ് കാസാമിയയിലേക്ക്. അപ്പോൾ കാറിൽ കാണാം, റോട്ടിൽ കാണാം, ഇനി എന്തെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, റൈറ്റ്. ഇന്ന് ഫുള്ള് റെസ്റ്റ് ഡേ ആണ്. പോകണം, ഭക്ഷണം കഴിക്കണം, കിടന്നുറങ്ങണം വൈകുന്നേരം വരെ. അപ്പോൾ ഇനി നമ്മളൊരു പിസ്സ ഓർഡർ ചെയ്ത് നമ്മൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ പോകണം. हेलो, हाँ हाँ भाई आ गया. ठीक है मैं बाहर आ रहा हूँ. पिज़्ज़ा बनने അങ്ങനെ പിസ്സ വന്നിരിക്കുകയാണ് നമ്മുടെ പിസ്സ. ഇത് 8 പീസ് നമ്മുടെ തടിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ 2 പീസൊക്കെ അടിച്ച് സെറ്റപ്പായി. നമ്മൾ ഒറ്റ വർക്കാണ്. നമ്മൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെസ്റ്റ്. വൈകുന്നേരം അന്നേരം ഒരു വിളിക്കുമായിരിക്കും സർവീസ് സെന്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡിൽ കാണാം, കടലിൽ കാണാം. തത്തണല്ലോ ശടാ. ആ സുന്ദരി പൊട്ടെ, ആ പോട്ടെ, സുന്ദരിയുടെ അനിയത്തി പൊട്ടെ, സുന്ദരിയുടെ അനിയത്തി കൂട്ടേരി പൊട്ടി, ആ പോട്ടെ. ഇത് കാണാം, ലൈറ്റൊക്കെ കത്താൻ തുടങ്ങി. കത്തച്ചാലും മതി, മര്യാദ കത്തറാവുകയായി. ആ വണ്ടി ചൂടായി, ഫാന് കറങ്ങുന്നുണ്ട്. ആ കറങ്ങട്ടെ, ആ പൊളപ്പം പോലെ കിളങ്ങട്ടെ. ഇനി സീനില്ല, അടിപൊളി. അപ്പോൾ 10-20 ദിവസം മുന്നേ ഞാനിവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അന്നേരം നമ്മുടെ പുള്ളിക്ക് നമ്മൾ ഓർമ്മയുണ്ട്, ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് അടിപൊളിയാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാർ ഓർത്തിരിക്കുന്നത് നമ്മളുണ്ടറിയുന്നത്. ഞാൻ മറന്നു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 25 ദിവസം മുന്നേ, ഏകദേശം എത്ര ദിവസം എന്ന് പറയത്തില്ല, 25 ദിവസം മുന്നേ നമ്മൾ ഡോണിവാനെ കണ്ടായിരുന്നു ഇവിടുന്ന്. പുള്ളി എനിക്ക് കറക്റ്റ് മാപ്പും വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നു. വളരെയധികം സന്തോഷത്തോടെ എന്നെ പറഞ്ഞു വിട്ടാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പം നമുക്ക് ട്രിബ്യൂട്ട് കൊടുക്കാനാണ് ഞാൻ ഡോണിവാനിൽ തിരിച്ചു വന്നത്. അപ്പോൾ ഇതാണ് ടോണി സഫാരി അഡ്വഞ്ചർ പരിപാടികൾ മീറ്റിംഗ് എല്ലാം പുള്ളി ചെയ്യലുണ്ട്. ടോണി സഫാരിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഡോണിവാൻ. ഓക്കെ, ഒത്തിരി താങ്ക്സ്. താങ്ക് യു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഡോണിവാനെ കാണാമായിരിക്കും. ഡോണിവാനോട് കുറച്ച് അഡ്വഞ്ചർ നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കും. അപ്പോൾ ഓൾറൈറ്റ്, അപ്പോൾ തിരിച്ച് നമ്മൾ കാസാമിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടേക്ക് ഇറ്റ്.
അപ്പോൾ 37-ാം ദിവസം അതിഗംഭീരം അധികാരികം കുറച്ച് പൈസ കൊട്ടിരുന്നുണ്ട്. അപ്പോൾ സർവീസ് ഗുഡ് ന്യൂസ് ആൻഡ് ബാഡ് ന്യൂസ്. അതായത് വണ്ടി കുളിച്ച് കുട്ടപ്പനായി സെറ്റപ്പായി അടിപൊളിയായി ഫുൾ ഫ്രഷ് അടിപൊളി വണ്ടി. ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ആണ്. ഓയിലൊക്കെ മാറ്റി കഴിയുമ്പോൾ ഓടിക്കാനൊരു ഇതുണ്ട്. അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, മനസ്സിലാവും. ഇന്ന് എന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വയനാട്ടിൽ തന്നെ ഒരു സർവീസ് സെന്ററിൽ, പേര് പറയാൻ പറ്റില്ല, എന്താണെന്ന് വേണ്ടില്ല, സർവീസ് സെന്ററിൽ ഞാൻ വണ്ടി പോരുന്നതിന് തൊട്ട് മുന്നേ സർവീസ് കൊടുത്തായിരുന്നു. CBR 150 സ്പാർക്ക് പ്ലഗ് ആണ് അവർ ഇട്ടിരുന്നത്. അത് ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പം ചെറുവണ്ടിക്ക് സ്പാർക്ക് പ്ലഗ് അവർ മാറ്റണം, സ്പാർക്ക് പ്ലഗ് മിസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്പാർക്ക് പ്ലഗ് എൻ്റെ കൂട്ടുകാരായിരുന്നു കൊണ്ടുവരുന്നത്. അപ്പോൾ അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സ്പാർക്ക് പ്ലഗ് മാറ്റി. ഞാൻ നോക്കുമ്പോൾ വണ്ടിക്ക് സ്പാർക്ക് പ്ലഗ് മാറ്റി കഴിഞ്ഞിട്ടൊരു മിസ്സിങ്. ഇതെന്താ മിസ്സിങ് ഞാൻ ആലോചിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് വണ്ടിക്ക് ഇടയ്ക്ക് ഒരു മിസ്സിങ് ഉണ്ടാകലുണ്ട്, അത് തന്നെ കൂടിയതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇതുവരെ ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തോന്നാലും വേണ്ടില്ല, 150 സ്പാർക്ക് പ്ലഗാണ് ഇപ്പോൾ വണ്ടിക്ക് എടുത്തിട്ടിരിക്കുന്നത്. ഓടിച്ചെന്ന് തന്നെ മാറ്റണം അത് ഉടനെ തന്നെ. അതിൻ്റെ ഉള്ളിലും കുറച്ച് എന്തൊക്കെയോ ഇതുണ്ട്. ഇവിടെ 250R സ്പാർക്ക് പ്ലഗ് ആക്ച്വലി എൻ്റെ ബോക്സിനകത്ത് സ്പെയർ ഞാൻ വെച്ചിരുന്നു. പക്ഷേ അവരുടെ അടുത്ത്, അതായത് JP ഇന്നത്തെ സർവീസ് സെന്ററിന്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലായിരുന്നു. അത് കാരണം അവരത് മാറ്റിയില്ല. കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിക്കോളും, സീനൊന്നുമില്ല. ചെറിയ മിസ്സിങ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹമ്പ് പോകുമ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫായി പോകുന്ന വീഡിയോസ് കുറേ ഉണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിൽ. അപ്പോൾ എന്തെന്നാലും വേണ്ടില്ല, റെഡി, അടിപൊളി സെറ്റപ്പ്. ഇന്നത്തെ ദിവസം അടിപൊളി. കുറച്ച് 7,800 റുപ്യ ടോട്ടൽ സർവീസ്. ഒരു ചെയിൻ ലൂബും കൂടെ ഞാൻ വാങ്ങി, എൻ്റെ ചെയിൻ ലൂബ് തീർന്നതുകൊണ്ട് അതും കൂടെ കൂട്ടിയിട്ടാണത്. അപ്പോൾ ഇന്ന് ഞാനൊരു അപ്പോളജി വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് ഓൾറെഡി. ചിലപ്പോൾ നിങ്ങളത് കണ്ടിരിക്കും, മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നതാണ് വേണ്ട, ഇന്നത്തെ റൈഡ് എല്ലാം അടിപൊളിയായിരുന്നു. റൈഡ് എന്ന് വെച്ചാൽ ചെറിയ റൈഡ് മാത്രം. ഷില്ലോങ് ടു ഗുവാഹട്ടി ജസ്റ്റ് 100 കിലോമീറ്റർ സംതിങ്. പിന്നെ സിറ്റിക്കുള്ളിൽ കൂടെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്ക്. പിന്നെ നമ്മുടെ അങ്ങോട്ടും പഴയ ഫ്രണ്ട്സിനെ കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യൽ, അത് ഇത് അങ്ങനത്തെ ചെറിയ പരിപാടികൾ. ഡിന്നർ എന്നാണ് ഞാൻ കഴിച്ചാൽ ഉച്ചക്കത്തെ ഫുഡ് തന്നെ നല്ല ഹെവി ആയിട്ട് ഇപ്പോഴും ആയിട്ട് ഏർപ്പെടാൻ ഡിന്നർ ലൈറ്റ് ആക്കി. നാളെ രാവിലെ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ അവസാന സംസ്ഥാനമായ സിക്കിമിലേക്ക് നമ്മൾ തെറിക്കുകയാണ്. അപ്പോൾ നാളെ റോഡിൽ കാണുന്നതായിരിക്കും. വണക്കം സുരായ്, ഗുഡ് നൈറ്റ്. You know the jungle has its rules, and I just gotta keep it cool, and I'll be treated like a tool, so don't be acting like a fool. Look at you sobbing like a moon, tryna get everybody's cool. Go ahead and drop into the pool. It might just be the time for you to